ഹലോ ഫ്രണ്ട്സ്, കറി സാഗയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. പുട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ പുട്ടുപൊടി ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മട്ട അരി ഞാൻ വെള്ളത്തിലിടാൻ പോവുകയാണ്. വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് ഒരു 7-8 മണിക്കൂർ കുതിരാനിടണം. ഇതിപ്പോൾ ഞാൻ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 7-8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കോട്ടൺ ടവലിലേക്ക് ഇതിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ട് ഒന്ന് വെള്ളം വാലാൻ വയ്ക്കുകയാണ്. മുഴുവനായിട്ട് ഉണക്കണ്ട. നമ്മളിപ്പോൾ പുട്ടുപൊടിക്കൊക്കെ ചെയ്യണ പോലെ ഉണക്കി പൊടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം, അതിൽ അധികമുള്ള വെള്ളം മാത്രം ഒന്ന് പോയി കിട്ടണം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് നമ്മളെങ്ങനെ പുട്ടുണ്ടാക്കാൻ പോണത്. ഭയങ്കര ഈസിയാണ് ഈ പുട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. നിങ്ങളിനി പിന്നെ പുട്ടുപൊടി കൊണ്ട് പുട്ട് ഒരിക്കലും ഉണ്ടാക്കില്ല. ഇത് അത്രയും സോഫ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. ഒരു പണിയില്ല. ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. തലേ ദിവസം ഇല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ മുന്നേ കുറച്ച് അരി വെള്ളത്തിലിടണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനിത് നന്നായിട്ട് നിരത്തി കൊടുക്കണം ഒരു കോട്ടൺ ടവലിലേക്ക്. അതേപോലെ തന്നെ ഇത് ഇപ്പം എന്തായാലും പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ കടലക്കറിയാണ് കൂടെ ഉണ്ടാക്കിയത്. അപ്പം എന്നാൽ പിന്നെ അതും കൂടെ കാണിക്കാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 1 കപ്പ് കടല ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് മുഴുവൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് മുഴുവൻ കറിക്ക് എടുക്കില്ല. ഇതിൽ പകുതി എടുക്കുകയുള്ളൂ. ഇതിൽ ബാക്കി പകുതി ഇങ്ങനെ ചുണ്ടലോ ഇങ്ങനെ ഇതുപോലെ ചുണ്ടലുണ്ടാക്കും. ഇവിടെയൊക്കെ കുറച്ച് ഉപ്പും പറവലും ഇട്ടിട്ട് അതിന് വേണ്ടിയും കൂടെ ഇട്ടത്. ഇനി നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു 7-8 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതാദ്യം നമ്മൾ കടലക്കറിക്കുള്ള അരപ്പുണ്ടാക്കാൻ പോവാണ്. ഇതൊരു വറുത്തരച്ച കറിയാണ്. അതിനായിട്ട് ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് നന്നായിട്ട് ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി തുടങ്ങാം നമുക്ക്. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കും. ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് തേങ്ങയും ചേർത്ത് തേങ്ങയും ആവശ്യത്തിന് പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് അരച്ചിട്ടാണ് ഈ കടലക്കറി ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിപ്പോൾ 1/4 കപ്പോളം ചെറിയ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് വറക്കണം. കുറച്ച് നന്നായിട്ട് തന്നെ വറക്കണം. ഇതൊന്നും വേണ്ട, ബ്രൗൺ ആവണ്ട, പക്ഷെ വറക്കണം നന്നായിട്ട്. ഒരുവിധം ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുന്ന ഒരു സ്റ്റേജ് വരയ്ക്കും വറക്കണം കേട്ടോ. ഒരുവിധം ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 തൊട്ട് 2 ടീസ്പൂൺ വരെ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് മല്ലിയാണ്, മല്ലിയുടെ ടേസ്റ്റാണ് ഇത് മുന്നിലേക്ക് നിൽക്കുക. അതുകൊണ്ട് തന്നെ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടി. അതേപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിനി നന്നായിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം പോണവരേക്കും ഒന്ന് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. കരിഞ്ഞു പോകാണ്ട് നോക്കുക. പൊടികൾ ഇട്ടിട്ട് പിന്നെ അധികം ചൂടാക്കരുത്. കരിഞ്ഞു പോകാണ്ട് നോക്കുക. അപ്പം ഞാൻ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
ഈ വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ വറുത്തിടാൻ പോകണം ആദ്യം തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മുകളിൽ വറുത്തിടാം, ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാം ഞാൻ ചെയ്യണ പോലെ. ഞാനിപ്പോൾ ഇനി വീണ്ടും വറുത്തിടണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ആദ്യം തന്നെ അത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളിതിൽ സവാള അല്ല ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ഉണങ്ങിയിട്ടുണ്ട്, നമ്മളുടെ അരി ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതൊരു മിക്സിയിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളിത് പൊടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിക്കരുത്, ഒരു പകുതി. ഇപ്പം നമ്മളുടെ പുട്ടുപൊടിയൊക്കെ ഇരിക്കില്ലേ, ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നു, അതാണ് പാകം. ഇതിലിപ്പോൾ ഒരു തരി പോലെ ഉണ്ടാവും, അതാണ് പാകം. നല്ല ഫൈൻ പൗഡർ ആക്കരുത്. ഒരു പുട്ടുപൊടിയുടെ പാകത്തിന് നന്നായിട്ടൊരു 2-3 തിരിച്ചാൽ മതി. ഇപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ 2-3 ബാച്ചായിട്ടാണ് ഞാനിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഈ അളവിൽ എടുക്കുന്നത് കൊണ്ട് എനിക്കൊരു 2 കുറ്റി ഫുൾ കുറ്റി പുട്ട് കിട്ടിയിട്ടു. ഞാനിട്ട അളവിലുള്ള അരിക്ക് എനിക്ക് 2 കുറ്റി പുട്ട് കിട്ടി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില, ഞാനിപ്പോൾ കടലക്കറിയുടെ ഇത് നോക്കുകയാണ്. കാരണം പുട്ടുപൊടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുട്ടുണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇനി കറിവേപ്പില ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ സവാളയൊന്നും ചേർക്കുന്നില്ല ഈ കറിയിലേക്ക്. ഇത് ചെറിയുള്ളി തന്നെ ടേസ്റ്റ്. ചെറിയുള്ളി ഇല്ലാത്തവർക്ക് പിന്നെ സവാള ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെറിയുള്ളി കിട്ടിയാൽ അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മുടെ പുട്ടുപൊടി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാ 10 മിനിറ്റ് ആ വെള്ളം എടുത്തതിന് ശേഷം ഞാനത് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിക്കുക പറഞ്ഞാൽ ഫൈൻ പൗഡർ ആക്കരുത്. നിങ്ങളൊരു പുട്ടുപൊടിയുടെ പാകത്തിന് ഒരു മിക്സിയിലിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് അടിച്ചാൽ മതിയാകും. അങ്ങനെ ഇട്ടെടുത്തു. ഞാൻ കടലക്കറിയുടെ ബാക്കി പണികളിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 തക്കാളിയും പിന്നെ ഈ അരപ്പും കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ കടലക്കറി. ഇത് പുട്ടിന് ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കുറേ നമ്മൾ ചെറുപ്പത്തിലൊക്കെ മുതൽക്ക് ഇതാണ് പൊതുവെ പുട്ടിന് കഴിക്കാറ്. പുട്ടെന്ന് പറഞ്ഞാൽ ഈ കടലക്കറിയാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാറ്. അപ്പം ഞാനതിൽ നിന്ന് ആ വേവിച്ച് വെച്ചെന്ന് ഒരു പകുതി കടല ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് വെച്ചതാണത്. ഇതിൽ ഒരു പകുതി വെള്ളത്തിലിട്ട് വന്നതിന് ശേഷം വേവിച്ചെടുത്തിട്ട് ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് പകുതി എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അതവിടെ ഇരുന്ന് ആയിക്കോട്ടെ, അതിന് തിളച്ചാൽ മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ആ പൊടി എടുത്ത് വെച്ചു, ചെറിയ തേങ്ങ വെച്ചു. ഇത് പുട്ടുപൊടിയല്ല കേട്ടോ, ഞാൻ നനച്ചിട്ടും ഇല്ല. ഇത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വന്ന ആ അരിയാണത്. പക്ഷെ അതിൽ ചെറിയ നനവുണ്ടാവും, അത് മതി, ആ നനവ് മതി. പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നനയ്ക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ പുട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു കുട്ടിയിലേക്ക് പുട്ടും തേങ്ങയും മാറി ഇട്ടിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ ഒരു കുക്കറിൻ്റെ മുകളിലേക്ക് വിസിലിടാണ്ട് മേലെ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ്. ഇതെല്ലാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. സാധാരണ പുട്ടിന് എത്ര സമയം എടുക്കുമോ അത്രയും സമയമാവും. ഒന്ന് ആവി വരണുണ്ട്, ഒരു 5 മിനിറ്റ് 5 to 7 മിനിറ്റ്സിൽ ആവി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കായി. അതേപോലെ കടലക്കറി ഇവിടെ ഇപ്പോൾ തിളക്കുന്നുണ്ട്. ഞാൻ വേറെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, അത് പായി. നമുക്ക് പുട്ടായിട്ടുണ്ട്. നമ്മുടെ നല്ല പുട്ടുകുറ്റിയിൽ നിന്ന് എടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ ഈ സാധാരണ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ പുട്ടിൻ്റെ ഇതാണ്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് പുട്ട്. നല്ല സോഫ്റ്റാണ് ഈ പുട്ട്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഈ അരി വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങൾ പിന്നെ പുട്ടുപൊടി ഉപയോഗിക്കുകയില്ല, പുട്ടുപൊടി വാങ്ങുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഈ വീഡിയോയും ചാനലും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.